നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരനാണ് ഇന്ന് അതിഥി. സ്വാഗതം. പിണറായി വിജയൻ്റെ സർക്കാർ 100 ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞല്ലോ. ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ബി.ജെ.പിയുടെ വിമർശനങ്ങളിൽ അധികവും വരുന്നത് ഒരു സാമുദായികമായ തലത്തിൽ നിന്നാണ്. ഈ സർക്കാർ ഹിന്ദു വിരുദ്ധമാണ് എന്ന് ആക്ഷേപിക്കുന്നു. ഈ സർക്കാരിനെക്കുറിച്ച് മറ്റ് ആക്ഷേപങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ടി വന്നത്? ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ 100 ദിവസം സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഒട്ടേറെ ജനക്ഷേമ പദ്ധതികളും ജനോപകാരപ്രദമായ ജനപ്രിയങ്ങളായ ഒട്ടേറെ നല്ല നല്ല തുടക്കം പലതിലും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നിരാശയാണ്. 100 ദിവസം കൊണ്ട് ഈ കേരളത്തിൽ കാര്യമായൊരു പരിവർത്തനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജനവിരുദ്ധം എന്നാണ് ഈ ഭരണത്തെക്കുറിച്ച് ബി.ജെ.പി. വിലയിരുത്തിയിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭരണപരമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഒക്കെ വരുമ്പോൾ അതിനെ ഒരു സങ്കുചിതമായ വീക്ഷണകോണിൽ കൂടി കാണേണ്ടതുണ്ടോ? അങ്ങനെ അത്തരത്തിൽ ഹിന്ദു വിരുദ്ധം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സമുദായത്തിനെതിരെ നിൽക്കുന്നത് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച ഉയർത്തിയാൽ അതിൻ്റെ രാഷ്ട്രീയമായ പ്രയോജനം കിട്ടും എന്ന് ബി.ജെ.പിക്ക് തോന്നുന്നുണ്ടോ? ഹിന്ദു വിരുദ്ധം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പട്ടികജാതി സഹോദരങ്ങളുടെ വിഷയത്തിൽ പട്ടികജാതിക്കാർക്കെതിരായിട്ടുള്ള നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ദളിതർക്കെതിരായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എത്രയോ ഇവിടുത്തെ അവാന്തര വിഭാഗങ്ങളിൽപ്പെടുന്ന ഒട്ടേറെ ആളുകളുടെ താല്പര്യങ്ങൾ ധ്വംസിക്കുന്ന നടപടികൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് വിരുദ്ധമാണ് സർക്കാർ എന്ന് പറയും. അത് മൊത്തത്തിൽ നോക്കുമ്പോൾ ജനവിരുദ്ധമാണ്. ഏതൊരു സർക്കാരും തങ്ങളുടെ ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഇവിടുത്തെ വോട്ടർമാർക്ക് നൽകിയിട്ടുണ്ടോ അത് നടപ്പിലാക്കുന്നതിനുള്ള സ്വോദ്ദേശപൂർണമായ വളരെ ഭാവാത്മകമായ നടപടികൾ സ്വീകരിക്കുക പതിവാണ്. മറ്റെല്ലാ സർക്കാരുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് വാസ്തവത്തിൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു, പക്ഷേ ഒന്നും ശരിയാകുന്ന ലക്ഷണം കാണുന്നില്ല. പക്ഷേ ശരിയായി തുടങ്ങിയിട്ടില്ലേ? ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് അത് ആളുകളുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു, കുടിശ്ശിക തീർക്കുന്നു, പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിൽ 18 എണ്ണം തുറക്കുന്നു, കടാശ്വാസ പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ഒരു സർക്കാരിനെ സംബന്ധിച്ച് 100 ദിവസം കൊണ്ട് തുടങ്ങാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? പക്ഷേ വിവാദങ്ങളിൽ മാത്രം പ്രതിപക്ഷം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നം? ഈ പൂട്ടിക്കിടക്കുന്ന ഇത്ര 100 കണക്കിന് ഫാക്ടറിയിൽ 18 എണ്ണോ 20 എണ്ണോ തുറന്നു എന്നുള്ളതാണോ കാര്യം? കശുവണ്ടി തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് എന്താ പരിഹാരം ഉണ്ടായത്? വേണ്ട. കശുവണ്ടി വ്യവസായ മേഖല, കാർഷിക മേഖല, ഈ മേഖലകളിൽ കശുവണ്ടി എന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആദായം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന, റവന്യൂ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല, ഒരു പരമ്പരാഗത മേഖല, അത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അതിനൊരു 10-18 ഫാക്ടറി തുറന്നുകൊണ്ടായോ? ഇവിടെ 100 ദിവസം കൊണ്ട് 100 മേനി വിളഞ്ഞ ഒന്നുണ്ട്: അക്രമം. മറ്റ് പല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരിക്കലും അക്രമത്തിന് കൂട്ടുനിൽപ്പില്ല. അവർ സമാധാനമുണ്ടാക്കാൻ, രമ്യമായി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ ഇവിടെ അക്രമത്തിൻ്റെ ഒരു ഭാഗത്ത് ബി.ജെ.പി. അല്ലേ? ഒരു ഭാഗത്ത് അക്രമത്തിന് ഇരയാകുന്നതാണ് ബി.ജെ.പി. ഇവിടെ ലീഗുകാരും അതെ, കോൺഗ്രസ്സുകാരും അതെ, ഇവിടെ പലരും അക്രമത്തിന് ഇരയാകുകയാണ്. പക്ഷേ ഒരു പക്ഷത്ത് ഈ അക്രമങ്ങളിലെല്ലാം ഒരു പക്ഷത്ത് ഒന്നേ ഉള്ളൂ, അത് CPM ആണ്. കണ്ണൂരിൽ പയ്യന്നൂരിൽ CPIM-ന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ ചെന്ന് ആദ്യം കൊലപാതകം നടത്തിയത് ബി.ജെ.പി.യാണ്. തിരിച്ച് നിങ്ങളുടെ ഒരു പ്രവർത്തനയും നഷ്ടപ്പെട്ടു. ഇങ്ങനെ സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത് എടുത്താൽ CPIM-ന്റെ പ്രവർത്തകർ ബി.ജെ.പിക്കാരാൽ കൊല്ലപ്പെട്ടതുമുണ്ട്, തിരിച്ച് കിട്ടിയതുമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയാണ് അതിന് ഉത്തരവാദി അല്ലെങ്കിൽ സർക്കാരാണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഈ കേരളത്തിൽ 100 ദിവസത്തിനിടയിൽ എത്ര ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്? എത്ര അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഞാൻ അക്രമ സംഭവങ്ങൾ മാത്രം എടുക്കാമല്ലോ. 300-ൽ പരം അക്രമ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് FIR-കളുണ്ട്. അതിലൊക്കെ ആരാ പ്രതികൾ? ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിന് ശേഷം അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയതിൽ പ്രതിസ്ഥാനത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ആഴ്ചകൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ അക്രമം എന്ന് ബി.ജെ.പി. ദേശീയ തലത്തിൽ തന്നെ ഒരു ക്യാമ്പയിൻ നടത്തുകയും കേന്ദ്രമന്ത്രിമാർ ഇക്കാര്യത്തിൽ ഞങ്ങളാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് ഓർത്തോളണമെന്ന് പ്രസ്താവന നടത്തുകയും CPIM-ന്റെ ദേശീയ ആസ്ഥാനം AKG ഭവൻ ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ അവരെ ഫിസിക്കലായി കോൺഫ്രണ്ട് ചെയ്യുക എന്നൊരു തീരുമാനം ബി.ജെ.പിക്കുണ്ടോ? അങ്ങനെ ഒരു സമീപനമുണ്ടോ? ബി.ജെ.പി. ഞാൻ പറഞ്ഞല്ലോ, സ്വൈര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന, സമാധാനവും ശാന്തിയും നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഒരിക്കലും അക്രമത്തിൻ്റെ പാത സ്വീകരിക്കണമെന്ന് അതിൻ്റെ അണികൾക്ക് നിർദ്ദേശം കൊടുക്കാറില്ല. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കണമെന്ന് ആഗ്രഹിക്കാറുമില്ല. ആ അക്രമത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവർ വിശ്വസിക്കുന്ന അക്രമത്തിലാണ്. അതുകൊണ്ടാണ് അവർ എപ്പോഴും അക്രമത്തെപ്പറ്റി പറയുന്നത്. പ്രതിഷേധിച്ചു, ഡൽഹിയിൽ പ്രതിഷേധിച്ചു.
കാരണം ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് എല്ലാ സ്ഥലത്തും അക്രമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ മുഴുവൻ തന്നെ അക്രമത്തിന് ഇരയാകുന്നു. അദ്ദേഹത്തിൻ്റെ വീടുകൾ തകർക്കപ്പെടുന്നു. ഏതാണ്ട് 28 ആദ്യം കൊല്ലപ്പെട്ടത് ഒരു CPIM പ്രവർത്തകനാണ് എന്ന് കൊല്ലപ്പെട്ട കാര്യം പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം വിജയാഹ്ലാദ പ്രകടനത്തിനിടെ അത് എങ്ങനെ കൊല്ലപ്പെടും? അതൊരു കൊലപാതകമാണെന്ന് പോലും പോലീസ് എന്നിവരെ പറയുന്നില്ലല്ലോ. FIR വായിച്ചോ? അത് തീർച്ചയായിട്ടും ഒരു അപകടത്തിൽ പെട്ടുപോയതാണ്. സംഘർഷത്തിനിടയ്ക്കാണല്ലോ സംഘർഷത്തിനിടയ്ക്ക് അപകടത്തിൽപ്പെട്ടാണ് മരിക്കുന്നത്. സംഘർഷമുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച മെയ് 19-ാം തീയതിക്ക് ശേഷം എത്ര സ്ഥലത്താണ് അക്രമ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. ഒരു വശത്ത് CPIM-ഉം BJP-യും തമ്മിൽ കായികമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. മറുവശത്ത് സർക്കാരിൻ്റെ മന്ത്രിമാരുടെ ഓരോ പ്രസ്താവനകൾ വരുമ്പോഴും അതിനെ സാമുദായികമായ കണ്ണിൽ കൂടി പ്രതിരോധിച്ചുകൊണ്ടുള്ള BJP-യുടെ പ്രതിരോധം വരുന്നു. ഉദാഹരണത്തിന് ഓണം. മുഖ്യമന്ത്രി ജീവനക്കാരോട് സ്വദേശപരമായി ഓഫീസ് സമയത്ത് നിങ്ങൾ മറ്റ് പ്രവർത്തികളിൽ വ്യാപൃതരാകരുത് എന്നൊരു നിർദ്ദേശം കൊടുത്തപ്പോൾ ഉടൻ BJP അതിനെ പൂക്കളം ഇടുന്നത് വിലക്കി എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ജീവനക്കാരോട് പറയുന്ന ഒരു ഓഫീസിനകത്ത് മാത്രം ചർച്ചയാകേണ്ട കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ വേറൊരു തരത്തിൽ ചർച്ചയാക്കേണ്ടതുണ്ടോ? ഈ പൂക്കളത്തിന് വിലക്ക് കൽപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്താറുണ്ടല്ലോ. അത് ആരെങ്കിലും പറയാനുണ്ടോ ഓഫീസ് ടൈമിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളൊന്നും നടത്താൻ പാടില്ല എന്ന് പറയാറില്ല. കാരണം അത് നമ്മുടെ ദേശീയതയുടെ ഒരു മാനബിന്ദുവാണ്. അതിനെ കാണുന്നത് അങ്ങനെയാണ്. ഹൃദയാന്തരാളത്തിൽ ജ്വലിക്കുന്ന ഒരു ആശയവും ആവേശവുമാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയുന്നത്. ആ നിലയ്ക്കാണ് ഓണത്തെയും കാണേണ്ടത്. അവിടെയാണ് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. മുഖ്യമന്ത്രി അതിന് വിലക്ക് കൽപ്പിക്കുന്നത് അത് മതപരമായ ഒരു ചടങ്ങ് എന്നുള്ള നിലയ്ക്കാണ്. അത് മതപരമായ ചടങ്ങല്ല. അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കടമ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അതിന് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഓണം കേരള സർക്കാരിൻ്റെ ആഘോഷമാണ്. സംസ്ഥാന സർക്കാർ ഇവിടെ ഒരാഴ്ച ഓണം വാരാഘോഷം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആഘോഷ പരിപാടിയായി നടത്തുന്നു. ഇക്കുറി ഡൽഹിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വളരെ വിപുലമായി ഓണം ആഘോഷിക്കുന്നു. അങ്ങനെ സർക്കാർ തലത്തിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന, സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന ആഘോഷം കൂടിയായ ഓണത്തെ സർക്കാർ വിലക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്? എന്തിനാണ് ഇത് വിലക്കുന്നത്? ഇതൊരു സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ സർക്കാർ തന്നെ നടത്തേണ്ട ഒരു ആഘോഷ പരിപാടി. അതെ, ആഘോഷ പരിപാടിക്ക് എന്തിനു വിലക്കേർപ്പെടുത്തണം? ഇവിടെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒരു ഓണ പൂക്കളം ഇട്ടുകൊണ്ട് സന്തോഷത്തോടും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി വർഷങ്ങളോളമായിട്ട് സെക്രട്ടേറിയറ്റിലൊക്കെ നടത്തി വരുന്നൊരു കാര്യമാണ്. ഒരു വിലക്ക് എന്തിനേർപ്പെടുത്തണം? അല്ല, അവിടെയാണ് പ്രശ്നം. വിലക്കേർപ്പെടുത്തി എന്നുള്ളത് BJP-യുടെ പ്രചാരണമല്ല. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് നമ്മുടെ എല്ലാം പക്കലുണ്ട്. അതിൽ പറയുന്നത് ഓഫീസ് സമയത്തിന് മുൻപ്, ഓഫീസ് സമയത്തെ ഇടവേളകൾ, ഓഫീസ് സമയത്തിന് ശേഷം എന്നുള്ള രീതിയിൽ ആഘോഷ പരിപാടികൾ പുനഃക്രമീകരിക്കണം എന്നാണ്. മുൻപ് 1997-ലും സമാനമായ ഉത്തരവുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് പാലിക്കേണ്ടത്. അത് പാലിക്കുന്നതിൽ തടസ്സമുണ്ടാകുന്നു എന്ന് വരുമ്പോൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വേറൊരു ഉത്തരവുണ്ടാകുന്നു. അത്രയല്ലേ ഉള്ളൂ. ലളിതമല്ലേ അത്? ഇത് 365 ദിവസം ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. ഓണാഘോഷം എന്ന് പറയുന്ന ഒരു പ്രത്യേക കാലയളവിൽ മാത്രം വളരെ സന്തോഷത്തോടും കൂടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജാതി വർഗ മതഭേദ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ആഘോഷ പരിപാടി, ഒരു ദേശീയ ആഘോഷമാണ്. അതിന് ഒരു പ്രത്യേകിച്ച് ഒരു നിബന്ധന ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. നിയന്ത്രണങ്ങളും നിബന്ധനകളും അതിനാവശ്യമില്ല. അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇത് വർഷക്കാലമായിട്ട് അവിടെ നടന്നു വരുന്നൊരു കാര്യമാണ്. ഇതൊരു വലിയ വിവാദമായപ്പോഴാണല്ലോ ഈ വിശദീകരണമായിട്ട് വരുന്നത്. ഇതിന് മുമ്പ് എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല, വിവാദം BJP ആണല്ലോ. അല്ലല്ല, BJP വിവാദം ഉണ്ടാക്കിയല്ലേ, യാഥാർത്ഥ്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ആഘോഷ പരിപാടികൾ ജനസമൂഹത്തിൻ്റെ ഇടയിൽ പകർന്നു കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം അത് ഹൃദയങ്ങളിൽ ജ്വലിക്കേണ്ടതാണ്, ജനഹൃദയങ്ങളിൽ ജ്വലിക്കേണ്ടതാണ്. അത് സെക്രട്ടേറിയറ്റ് ഭരണസിരാ കേന്ദ്രമാണ്. അവിടെ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. ഓഫീസ് ജീവനക്കാർക്ക്, സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് 9 മണിക്കെത്തി പൂക്കളം ഇട്ടാലും 10 മണിക്ക് കൃത്യസമയത്ത് അവരുടെ ജോലിയിൽ വ്യാപൃതരാകാവുന്നതാണ്. അങ്ങനെ ചെയ്യട്ടെ എല്ലാ ഉദ്യോഗസ്ഥരും എന്ന നിലപാടെടുക്കണ്ടേ മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ? അല്ല, ഇത് ഇത്രയും നാളും ആ തരത്തിലല്ലല്ലോ ചെയ്തിരുന്നു. ഈ എന്തുകൊണ്ട് പൂക്കളം ഇടുന്നത് ഓഫീസ് സമയത്ത് ചെയ്താലുള്ള കുഴപ്പം എന്താണ്? ഒരമണിക്കൂർ അവർ പൂക്കളം ഒരു ചെയ്താലെന്താ കുഴപ്പം എന്താണ്? അത് അരമണിക്കൂറിൻ്റെ പ്രശ്നമല്ല. ഒരു സ്ത്രീയുടെ കഥ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന് അങ്ങ് ശ്രദ്ധിച്ചോ എന്നറിയില്ല. അവർ ദൂരദേശത്തു നിന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു ആവശ്യത്തിന് വേണ്ടി എത്തുന്നു. അവർ സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോൾ ഇന്ന് ഓണാഘോഷമാണ്, നാളെ വരൂ എന്ന് പറഞ്ഞ് അവരെ മടക്കുന്നു. അവർ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി തങ്ങിയതിനു ശേഷം പിറ്റേന്ന് ചെല്ലുമ്പോൾ പിറ്റേന്ന് ഓണാഘോഷം എന്ന മറുപടി ലഭിച്ചാൽ നോക്കൂ, എങ്ങനെയാണ് ഈ ഓണക്കാലത്ത് വലിയ അവധി ദിവസങ്ങളുടെ ഒരു മുൻപാകെയാണ് ഈ ഓണം നടക്കുന്നത്. ആ ദിവസങ്ങളിൽ ജനങ്ങൾ സെക്രട്ടേറിയറ്റിലോ സർക്കാർ ഓഫീസുകളിലോ എത്തുമ്പോൾ ഇതാണ് മറുപടിയെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ അനവസരത്തിലുള്ള ഉദ്ധരണികളാണ്. ഇതൊക്കെ ഇതൊന്നും ഇതുമായിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. അത് ഓണമല്ല, ഇനി ഏതായിരുന്നാലും ജനങ്ങൾ ഒരു പ്രശ്നവുമായിട്ട് സെക്രട്ടേറിയറ്റ് വന്ന് തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് പറഞ്ഞ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നടപടി സ്വീകരിക്കാമല്ലോ. എന്താ നടപടി സ്വീകരിക്കാത്തത്?
ഇതിങ്ങനെ പറഞ്ഞു നടന്നാൽ പോരല്ലോ. ഇതൊക്കെ അച്ചടക്കത്തിൻ്റെ പ്രശ്നമാണ്. ജനങ്ങൾ പ്രശ്നവുമായിട്ട് സമീപിച്ച സെക്രട്ടേറിയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ രക്ഷയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. ഈ വർഷമല്ല, മുൻ വർഷത്തെ കാര്യമാണ്. അതെ, ഇതൊക്കെ അവിടുത്തെ അച്ചടക്കത്തിൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ ജനങ്ങൾ സെക്രട്ടേറിയറ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ എന്തായിരുന്നാലും അത് സാധിച്ചു കൊടുക്കണം. ഓണമാണ്, ക്രിസ്മസ് ആണ്, അത് ഇത് കാരണം പറഞ്ഞ് മുട്ടാന്യായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കല്ല വേണ്ടത്. അതന്നെയല്ലേ സർക്കാരും പറഞ്ഞത്. അതെ. അല്ല, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാഘോഷം എന്ന് പറയുന്ന ഒരു ദേശീയ മഹോത്സവമാണ്. അത് സർക്കാർ തലത്തിൽ ആഘോഷിക്കേണ്ടത്. അത് സ്വാതന്ത്ര്യദിനമായിരുന്നാലും എല്ലാ ജനങ്ങളും പങ്കെടുക്കേണ്ട വിഷയമായിരുന്നു കഴിഞ്ഞാലും അത് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ എല്ലാവരുടെയും സൗകര്യാർത്ഥം ഒരല്പസമയം അതിനുവേണ്ടി നീക്കി വെക്കുന്നതിൽ തെറ്റില്ല. മറ്റൊരു സംഭവം പറയാം. ദേവസ്വം മന്ത്രി പറയുന്നു ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖ പാടില്ല. അങ്ങനെ ചില പരാതികൾ ലഭിക്കുന്നുണ്ട്. അത് തടയണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന് ഈ നിലപാട് നേരത്തെ ഉള്ളതാണ്. ദേവസ്വം ബോർഡ് ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ, ആ നിലപാടിൽ എന്താണ് തെറ്റ്? RSSനെ സംബന്ധിച്ച് RSSന്റേതായ സ്ഥലങ്ങളിൽ ശാഖ നടത്തണം. അപ്പോൾ BJP ഉടനെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ശാഖ നടത്തും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? RSS ക്ഷേത്രങ്ങളിൽ ശാഖ നടത്തുന്നുണ്ടെങ്കിൽ അത് നിയമവിധേയമായിട്ടും അത് ദേവസ്വം അധികൃതരുടെ അനുവാദത്തോടും കൂടിയാണ്. ഒരു സ്ഥലത്തും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തനം നടത്തുന്നില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പറയുകയാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ നടത്തിക്കൊള്ളാൻ പറഞ്ഞാൽ ക്ഷേത്രത്തിന് വിരുദ്ധമൊന്നുമല്ല RSSന്റെ പ്രവർത്തനം. ദേവസ്വം ബോർഡ് പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ശാഖ നടത്താനുള്ള അനുമതി ആർക്കും കൊടുത്തിട്ടില്ല എന്ന് ഹൈക്കോടതി അറിയിക്കുന്നു. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണന്റെ ബെഞ്ചിന് മുൻപാകെ അറിയിക്കുന്നു. ദേവസ്വം ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് R ഭാസ്കരൻ ചില ക്ഷേത്രങ്ങളിൽ RSSന്റെ ചില ശാഖാ പരിപാടികൾ നടന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ഹൈക്കോടതി അറിയിക്കുന്നു. ഇത് 2015 ജൂൺ മാസത്തിലാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപിതമായ നിലപാട് ഇതാണ് എന്നിരിക്കെ മന്ത്രി പറഞ്ഞത് എന്തോ ഒരു പുതിയ കാര്യമാണ്, അതിനെ പ്രതിരോധിക്കേണ്ടതാണെന്ന് എങ്ങനെ തോന്നുന്നു? ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിയമവിരുദ്ധമായിട്ട് നടത്തുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ദേവസ്വം ബോർഡിന് അങ്ങനെ ഉണ്ടെങ്കിൽ പരാതി പറയേണ്ടത് ദേവസ്വം ബോർഡാണ്, ദേവസ്വം മന്ത്രിയല്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയട്ടെ ഇന്ന സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, നടപടി സ്വീകരിക്കണം, ഞങ്ങളുടെ അനുവാദം കൂടാതെയാണ് നടക്കുന്നത് എന്ന് പറയണ്ടേ? നിലപാടാണ്. അല്ല, പ്രഖ്യാപിത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നില്ലല്ലോ എവിടെയാണ് ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് നടക്കുന്നതെന്ന് പറയട്ടെന്ന്. അല്ല, ക്ഷേത്രമാണല്ലോ. ക്ഷേത്രത്തിൽ RSSകാർ മാത്രമല്ല മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മറ്റ് രാഷ്ട്രീയക്കാരും ഒക്കെ പോകും, പ്രാർത്ഥിക്കും. വിശ്വാസികൾ സ്വച്ഛമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കാനാണല്ലോ പോകുന്നത്. അവിടെ ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ കായിക പരിശീലനം, ഡ്രില്ല്, ഇതൊക്കെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? ക്ഷേത്രത്തിൻ്റെ ആചാരത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ തടയേണ്ടത് തന്നെയാണ്, അത് ആരുടേതാണെങ്കിൽ. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് തയ്യാറാണ്. ഇത് മാർക്സിസ്റ്റുകാർ പറയട്ടെ ഏത് ക്ഷേത്രത്തിലാണ് ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പരാതിയുള്ള ഇടങ്ങളിലെ ശാഖാ പ്രവർത്തനം നിർത്തുമോ? പരാതിയുള്ള ഇടങ്ങളിലെ ശാഖാ ചുമ്മാ പരാതി CPM-കാരന് ഒരു കള്ളാസ് എഴുതി കൊടുത്തൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അത് പരാതി ഇടുന്നത്, ആ പരാതി പറയുന്ന കാര്യങ്ങൾ ശരിയാവുകയും കൂടി വേണം. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ എന്തും വേണം ചെയ്യാമല്ലോ. അതൊക്കെ പറയേണ്ടത് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശികൾ ദേവസ്വം ബോർഡാണ്, അല്ലാതെ മന്ത്രിയല്ല. ശാഖ വേണ്ടതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവർ നടപടി സ്വീകരിക്കുമല്ലോ. നടപടി ഒരു സ്വതന്ത്ര ഭരണാധികാര സ്ഥാപനമാണ് ദേവസ്വം ബോർഡ്. അതൊരു സ്വതന്ത്ര ഭരണാധികാരമുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് എന്തെങ്കിലും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമെന്ന് തോന്നുന്ന പക്ഷേ അവർക്ക് നടപടി സ്വീകരിക്കാമല്ലോ. സ്വീകരിച്ചോളാം, ഞാൻ എൻ്റെ നിലപാട് അത് തന്നെയാണല്ലോ. അതായത് ദേവസ്വം ബോർഡ് ശാഖ അവസാനിപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചാൽ അത് അനുസരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ അനുസരിക്കണമല്ലോ. അല്ലാതെ നിയമം ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും കാരണം ചെയ്യണമെന്ന് ഒരിക്കലും RSS ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയങ്ങളിലൊക്കെ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സർക്കാരുമായി ഒരു വാക്യുദ്ധം അതിൻ്റെ കാര്യമുണ്ടോ? ഇതിപ്പോൾ ഈ ശാഖയുടെ കാര്യത്തിൽ മാത്രമല്ല, നിലവിളക്ക് ഈ അടുത്ത് ഒരു പൊതു ചർച്ചയിലേക്ക് വന്ന വിഷയമാണ്. ഇതിനോടൊക്കെ സർക്കാരുമായി BJPക്ക് ഏറ്റുമുട്ടേണ്ട സാഹചര്യം എന്താണ്? നിലവിളക്ക് കൊളുത്തണ്ട എന്ന് പറയുമ്പോൾ അതിനൊരു മതവിഷയമായിട്ട് എന്തിനാ എടുക്കുന്നു? നിലവിളക്ക് എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ ഒരു ജനസമൂഹത്തിൻ്റെ മുഴുവൻ ഒരു ജനകീയമായ ഒരു ആചാരം. വിളക്ക് കൊളുത്തുന്നു. ഒരുപക്ഷെ മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വിളക്ക് കൊളുത്തുന്നുണ്ട്, എൻ്റെ അഭിപ്രായം അതാണ്. പക്ഷേ ഇതിനൊരു മതപരമായ ഒരു സങ്കുചിതമായ ഒരു വികാരം ഇളക്കി വിട്ടുകൊണ്ട് അതിനെ മറ്റൊന്നായി കണ്ടുകൊണ്ട് അങ്ങനെ നിലവിളക്ക് കൊളുത്തുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു സെക്യുലർ ആയിട്ടുള്ള ഞങ്ങൾക്ക് ഈ വിളക്ക് കൊളുത്തുന്നത് ശരിയല്ല എന്നൊരു നിഗമനമായിട്ട് ഇപ്പോൾ വരേണ്ട കാര്യം എന്താണ്? അല്ല, മന്ത്രി ഇക്കാര്യത്തിൽ വിളക്ക് കൊളുത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് വിളക്ക് കൊളുത്തുന്നു എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ സർക്കാരിൻ്റെ പൊതുചടങ്ങുകളിൽ, അങ്ങനെയുള്ള സർക്കാരിൻ്റെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നികുതിദായകരുടെ എല്ലാവരുടെയും പണം കൊണ്ടുള്ള ചടങ്ങാണല്ലോ. അങ്ങനെയുള്ള ചടങ്ങുകളിൽ ഏതെങ്കിലും മതത്തിൻ്റെ പ്രതീകമായി വ്യാഖ്യാനിക്കാവുന്ന ചടങ്ങുകൾ ഒഴിവാക്കിക്കൂടെ? അതൊരു പൊതു ചർച്ചയ്ക്കല്ലേ അദ്ദേഹം വെച്ചത്? ഞാൻ പറഞ്ഞ ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിളക്ക് കൊളുത്തുന്നുണ്ടല്ലോ.
മുസ്ലിം ദേവാലയങ്ങളിൽ വിളക്കൊള്ളുന്ന മുസ്ലിം ദേവാലയം ഞാൻ കാണിച്ചു തരാമല്ലോ. എല്ലായിടങ്ങളിലും ഇല്ല. എല്ലായിടങ്ങളിലും ആകുന്ന കാലത്ത് മാത്രം ഇവിടെ ഞാൻ ചോദിച്ചോ, എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും എല്ലാ മുസ്ലിം ദേവാലയങ്ങളും കൊളുത്തുന്ന കാലത്ത് സർക്കാരിൻ്റെ ചടങ്ങുകളിൽ വിളക്കൊളുത്തിക്കോളാൻ പറയൂ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരാണ് ഭരിക്കുന്നത്. ആ സർക്കാർ ഭരിക്കുന്ന വേളയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഹനിക്കപ്പെടും എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ BJP കാര്യമായി ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഹനിക്കപ്പെട്ടാൽ ഹനിക്കപ്പെട്ടു എന്ന് തൻ്റെ ഇടത്തോടുകൂടി പറയും. അത് അവർക്ക് ഉദ്ദേശമുണ്ടോ എന്നുള്ളത് പറയേണ്ടത് അവരാണ്. പക്ഷെ ഇവിടെ ഹനിക്കപ്പെടുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണ നാമജപവുമായി അഷ്ടമിരോഹിണി ഈ റോഡിലൂടെ അങ്ങനെ പോകുന്ന കോപ്രായമാണ് എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ അതെങ്ങനെ വഹിച്ചു കൊടുക്കാൻ പറ്റും? അല്ല, അവർ രാഷ്ട്രീയമായ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഘോഷയാത്രകളെ കുറിച്ചല്ലേ അങ്ങനെ പറഞ്ഞത്? അഷ്ടമിരോഹിണി യാത്ര നടത്തുന്നത് രാഷ്ട്രീയമാണെന്ന് എങ്ങനെയാണ് പറയുക? അവിടെ നാമം ജപിച്ചുകൊണ്ടാണ് പോകുന്നത്, കൃഷ്ണൻ്റെ വേഷം കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതിലെന്ത് രാഷ്ട്രീയമുള്ളൂ? പറയുന്നത് അഷ്ടമിരോഹിണി ആഘോഷത്തെയാണ്, അഷ്ടമിരോഹിണി മഹോത്സവത്തെയാണ്. ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെയും മുസ്ലിം സമൂഹത്തിൻ്റെയും ആചാരവിശ്വാസങ്ങളെ ഇങ്ങനെ പറഞ്ഞാൽ അത് അവരുടെ മനഃവികാരങ്ങൾ വ്രണപ്പെടുത്തും. ഒരു നബിദിനാഘോഷത്തെ ഇങ്ങനെ എത്രയോ സംഘടനകൾ നബിദിനാഘോഷം നടത്താറുണ്ട്. അവരവരുടേതായിട്ടുള്ള കഴിവനുസരിച്ച് നബിദിന റാലി നടത്തിയതിൻ്റെ പേരിൽ കേസെടുക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേക സൈനിക വേഷം ധരിച്ച് റാലി നടത്തിയതിൻ്റെ പേരിൽ. അപ്പോൾ ഇതാര് നടത്തുന്നു എന്നുള്ളത് പ്രധാനമാണ്. അഷ്ടമി രോഹിണി ആഘോഷിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ആ ജാഥയിൽ രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ വരുമ്പോൾ ഒറ്റ കയ്യാ ജയരാജ നിന്റെ മറ്റേ കയ്യും കൊത്തും എന്നൊരു മുദ്രാവാക്യം വന്നാൽ ഇത് കോപ്രായമാണെന്ന് CPMന്റെ സംസ്ഥാന അഷ്ടമിരോഹിണി മഹോത്സവത്തിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം മുഴക്കിയെന്ന് ആര് പറയും? 2 കൊല്ലം മുൻപ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ഇതൊക്കെ പറഞ്ഞ് അല്ല, അന്നുണ്ടായ 2 വർഷം മുമ്പുണ്ടായതിൻ്റെ ഇപ്പോഴാണോ കോപ്രായം എന്ന് പറയാൻ പോകുന്നത്? 2 വർഷം മുമ്പുണ്ടായ അല്ല 2 വർഷം മുമ്പുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇത് കോപ്രായമാണെന്ന് പറയുന്നതിനാണ്. അഷ്ടമിരോഹിണി മഹോത്സവത്തെയാണ് എതിർത്തിരിക്കുന്നത്. ശ്രീകൃഷ്ണ നാമജപവുമായി റോഡിലൂടെ പോകുന്ന ഒരു യാത്രയെ സംബന്ധിച്ചിടത്തോളമാണ്. അതിൻ്റെ അകത്ത് കോപ്രായം എന്ന് പറഞ്ഞപ്പോൾ മുദ്രാവാക്യം വിളിച്ചെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും എതിരെ മുദ്രാവാക്യം വിളിച്ചെന്നോ ആരോപണം ഉന്നയിച്ചെന്നോ ഉള്ള കാരണം പറഞ്ഞുകൊണ്ടല്ല. ശ്രീകൃഷ്ണ നാമജപവുമായി റോഡിലൂടെ അഷ്ടമിരോഹിണി മഹോത്സവം നടത്തുന്ന കോപ്രായം എന്നാണ്. ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് ദേവസ്വം മന്ത്രി പറയുന്നത് എന്തിനാണ്? അത് ദേവസ്വം മന്ത്രിയുടെ ജോലിയല്ല. ദേവസ്വം മന്ത്രി ഒരു സെക്കുലർ ഗവൺമെന്റിന്റെ ഒരു വകുപ്പ് മന്ത്രി. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവും അത് തന്നെയായിരുന്നു. അത് അഭിപ്രായം ചോദിച്ചപ്പോഴാണ്. പക്ഷേ ഈ ശബരിമല ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ ആ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ എങ്ങനെ വേണം എന്ന് നിശ്ചയിക്കാൻ ആ ക്ഷേത്രത്തിൽ ആചാര്യശ്രേഷ്ഠന്മാരുണ്ട്, ക്ഷേത്ര ഭരണാധികാരികളുണ്ട്, ഭക്തജന സംഘടനകളുണ്ട്, വൈദികരുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. അവർ തമ്മിൽ ചർച്ച ചെയ്യട്ടെ. അത് വേണമെങ്കിൽ ദേവസ്വം മന്ത്രി മുൻകൈ എടുത്ത് വിളിച്ചു കൂട്ടട്ടെ. അവർ രമ്യമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ, ഒരു സമവായം ഉണ്ടാക്കട്ടെ. പക്ഷേ ഏകപക്ഷീയമായി ഒരു സെക്കുലർ ഗവൺമെൻറ്റിൻ്റെ മന്ത്രി ആചാരങ്ങൾ സംബന്ധിച്ച്, ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സംബന്ധിച്ച് ഇങ്ങനെ നടക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? മഹാരാഷ്ട്ര സർക്കാർ ശനി ഷിക്നാപൂർ ക്ഷേത്ര വിഷയത്തിൽ, ഹാജി അലി ദർഗ വിഷയത്തിലൊക്കെ ബോംബെ ഹൈക്കോടതിയിൽ എടുത്ത നിലപാട് ഭരണഘടനാപരമായ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാത്ത വിധത്തിൽ മതാചാരങ്ങൾ വേണം എന്നാണല്ലോ. ഒരു സെക്കുലർ സർക്കാർ എന്ത് നിലപാടെടുക്കണമോ ആ നിലപാട് മഹാരാഷ്ട്രയിൽ, BJP ആണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത്, ആ സർക്കാരിന് എടുക്കാം, കേരളത്തിലെ സർക്കാരിന് എടുത്തുകൂടാ എന്ന് പറയാമോ? കോടതിയിൽ ഒരു നിലപാട് പറയുമ്പോൾ ചോദിക്കുന്ന സന്ദർഭത്തിൽ ഒരു അഭിപ്രായം പറയുന്നതും പുറത്ത് വന്ന് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിൽ, കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പുറത്ത് വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ വേണം എന്ന് ഒരു മന്ത്രി പറയുന്നതിനാണ്. എൻ്റെ ചോദ്യം അതാണ്. സർക്കാർ മതവിശ്വാസത്തെ ഹനിക്കുന്നു എന്നൊരു പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന്, ഒരു ക്ഷേത്രം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറഞ്ഞത് C കേശവനാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ BJPയുടെ നേതാക്കൾ ആവർത്തിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ ചർച്ചകളിലും ഫേസ്ബുക്കിലുമൊക്കെ. എന്തിനാണ് അങ്ങനെ കള്ളം പറയുന്നത്? C കേശവൻ അത് പറഞ്ഞത് ഏറ്റുപിടിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണ്. പറഞ്ഞത് C കേശവനാണ്. ഞാൻ ഒട്ടേറെ ലേഖനങ്ങൾ കാണിച്ചു തരാം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ EK നായനാരും EMS നമ്പൂതിരിപ്പാടും അതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, CPMൻ്റെ നേതാക്കന്മാർ ക്ഷേത്രവിശ്വാസത്തിനെതിരെ എത്രയോ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ C കേശവൻ പറഞ്ഞ ഒരു കാര്യത്തെ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ മേൽ ആലോപിക്കുന്നത്? C കേശവനാണ് പറഞ്ഞതെന്ന് പറയാനുള്ള അല്ല, ഇന്നിപ്പോൾ C കേശവനല്ല പ്രസക്തി, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ മുമ്പിലുള്ളത്. അവർ പറഞ്ഞ കാര്യമായി പറയുന്നത്. ഒരാൾ പറഞ്ഞ കാര്യം ഏറ്റുപിടിച്ചുകൊണ്ട് നാട്ടിലുടനീളം പ്രചാര പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. C കേശവനാണ് അത് പറഞ്ഞതെന്ന് പറയാനുള്ള സത്യസന്ധത. C കേശവനാണ് പറഞ്ഞതെന്ന് ഞാനിപ്പോൾ തന്നെ പറയുകയാണ്. ഞാൻ നിഷേധിച്ചില്ലല്ലോ C കേശവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ പ്രസക്തമായ ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. C കേശവൻ പറഞ്ഞ അതേ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാനും ഇപ്പോൾ അത് തന്നെ പറയുന്നുള്ളൂ. C കേശവൻ പറഞ്ഞിട്ടില്ല എന്നതിന് അർത്ഥമുണ്ടോ? അതെ, നമുക്ക് നേരിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക്.
കെ എം മാണി UDF മുന്നണി വിട്ടു. ആ സന്ദർഭത്തിൽ കെ എം മാണിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് താങ്കൾ സ്വീകരിച്ചത്. NDA മുന്നണിയുടെ അടിത്തറ വിപുലപ്പെടണമെന്ന് പറഞ്ഞു, വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കെ എം മാണി ഇപ്പോഴത്തെ നിലയിൽ NDAയോട് സഹകരിക്കാൻ തയ്യാറായാൽ മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കുമോ? NDAയോട് സഹകരിക്കാൻ തയ്യാറായാൽ എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ ചോദ്യമാണ്. എനിക്ക് സാങ്കല്പികമായ ചോദ്യം ഇപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. ആദ്യം അവർ തീരുമാനിക്കട്ടെ, അവരുടെ രാഷ്ട്രീയ ലൈൻ എന്താണെന്ന് പറയട്ടെ. കെ എം മാണി സ്വീകാര്യനാണ്. കെ എം മാണി സ്വീകാര്യനാണോ അസ്വീകാര്യനാണോ എന്നുള്ളത് അത് NDAയുടെ ഘടകകക്ഷികളും എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. കേരള കോൺഗ്രസ് നിലപാട് പറയട്ടെ. സമയമുണ്ടല്ലോ, ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കെ എം മാണി അസ്വീകാര്യനല്ല. അല്ല, ഇവിടുത്തെ ഏത് രാഷ്ട്രീയ കക്ഷികളും BJP സ്വീകാര്യമാണോ ഇല്ലയോ എന്നുള്ള അവരുടെ നിലപാട് പറയാതെ അവരെക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. UDFും LDFും നിൽക്കുന്നിടത്തോളം കാലം അവർ അസ്വീകാര്യരാണ്. ഇപ്പോൾ UDFിൽ അല്ല. ഇങ്ങോട്ടേക്ക് BJPയോ BJP നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളോടോ ഒന്നും യാതൊരു വിധത്തിലുള്ള ആനുകൂല്യം പ്രകടിപ്പിക്കാത്തടത്തോളം അതേക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ആവർത്തിച്ച് കെ എം മാണിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഞങ്ങൾ വാതിലടച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ശ്രീ കുമ്മനം രാജശേഖരൻ. പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, കെ എം മാണി ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ, വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. കാരണം അതിന് LDFും UDFും വിട്ടു പോന്നു കഴിഞ്ഞാൽ BJPയോടുള്ള നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ പ്രവേശന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ എന്തിനു ചർച്ച ചെയ്യണം? ഇനി BJPയോട് ചേരുക എന്നൊരു രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ കെ എം മാണിക്ക് ആഗ്രഹമുണ്ട് എന്ന് കരുതുക. കെ എം മാണിക്കെതിരെയുള്ള കേസുകൾ, കെ എം മാണിക്കെതിരെ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അതൊന്നും ഒരു തടസ്സമല്ലേ? ഈ ബാർക്കോഴ കേസ് സംബന്ധിച്ച് BJP പണ്ടും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് യാതൊരു മാറ്റമില്ല. കേസ് കൊടുത്തതിൽ BJPയുടെ അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റുമുണ്ട്. ആ കേസ് ഇപ്പോഴും ഉണ്ട്. കോഴ കേസ് സംബന്ധിച്ചെടുത്തിരിക്കുന്ന നിലപാടിലൊന്നും ഒരു മാറ്റമില്ല. ആ ബാർക്കോഴയ്ക്ക് പിന്നാലെ ഇപ്പോൾ 2 കേസിൽ കൂടി കെ എം മാണി പ്രതിയാവുകയാണ്. അപ്പോൾ കെ എം മാണി പ്രതിയാകുന്ന കേസുകളുടെ എണ്ണം കൂടി. ആയിക്കോട്ടെ, അതത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അതിനിപ്പോൾ എന്താ, എല്ലാ കേസും ഒരാൾ ഫയൽ ചെയ്യുമ്പോൾ ഉടനെ തന്നെ പോയി അതിനെ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ട്. കേസായിട്ട് നടക്കട്ടെ, അതിനെന്താ? അല്ല, അതിനെ ഭയപ്പെടേണ്ട കാര്യം എന്താ? ഇല്ല, ആ കേസുകൾ കെ എം മാണിയുടെ NDA പ്രവേശനത്തിന് ഒരു തടസ്സമാണ്. അല്ല, ആ കേസുകളായിട്ട് നടക്കട്ടെ. NDAയുടെ പ്രവേശനത്തിന് തടസ്സമാണോ ഇല്ലയോ എന്ന് പറയേണ്ടത് കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കണം. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലൈൻ എന്താണ്, എങ്ങോട്ടേക്കാണ് പോകുന്നത്? അല്ല, അവർ രാഷ്ട്രീയ തീരുമാനം എടുത്താൽ കേസുകൾ തടസ്സമല്ല. അല്ല, എടുത്താലെന്നല്ല പറയുന്നത്, എടുക്കട്ടെന്ന്. കെ എം മാണിക്കെതിരെ ഇപ്പോൾ എടുത്തിട്ടുള്ള കേസുകൾ, ബജറ്റ് വിറ്റു എന്ന ആരോപണം മുൻപ് രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ 2 കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ആ കേസുകൾ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതികാര നടപടിയായി കാണുന്നുണ്ടോ? അല്ലെന്ന് അതിൻ്റെ ന്യായാന്യായങ്ങൾ ഒരു നിയമപ്രശ്നമായതുകൊണ്ട് ഇപ്പോൾ പറയാനാവില്ല. എന്ത് റെക്കോർഡുകൾ, രേഖകൾ കൈവശം വെച്ചുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അറിഞ്ഞുകൂടാ. കേസ് ഫയൽ ചെയ്തിരിക്കുന്നു, അത് നടക്കട്ടെ. ആ കേസ് നടക്കണം, ശക്തമായിട്ട് തന്നെ നടന്നോട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. കെ എം മാണി പറയുന്നു അദ്ദേഹത്തെ വേട്ടയാടുകയാണ് എന്ന്. ജേക്കബ് തോമസ് എന്ന വിജിലൻസിൻ്റെ തലവൻ, ശരിയാകാമോ? പക്ഷേ അദ്ദേഹം പറയുന്ന കേസ് നടത്തുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കേസ് നടക്കട്ടെ എന്ന് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞു. കേസ് നടക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു കേസ് ഫയൽ ചെയ്തു. ഇനി അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് എന്ത് പറയാനുണ്ട്? കൗണ്ടർ അഫിഡവിറ്റ് വരട്ടെ. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് അദ്ദേഹം പറയട്ടെ. ഇങ്ങനെ ജനറലൈസ് ചെയ്തതല്ല പറയണ്ടേ. ആ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം സംബന്ധിച്ച് എന്ത് മറുപടിയാണ് കോടതി പറയട്ടെ. കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ. കെ എം മാണി വേട്ടയാടപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇങ്ങനെയുള്ള കേസുകൾ ഓരോരുത്തരുടെ ഒരിക്കലും എതിരായിട്ട് ഇവിടെ വരാറുണ്ട്. ഇവിടെ നിരവധി കേസുകൾ, അഴിമതി ആരോപണങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. അത് കേസാണ്. കേസിൻ്റെ വഴിക്ക് അതിൻ്റെ ശരിയും തെറ്റും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് കേസാണ്. അതല്ല, അതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാമല്ലോ. കെ എം മാണിയെ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ ഒരു നീക്കമുണ്ടെങ്കിൽ, കെ മാണിയെ ഒറ്റപ്പെടുത്തി വേട്ടയാടാനുള്ള നീക്കമുണ്ടെങ്കിൽ BJP അതിനനുവദിക്കുമോ? അല്ല, ആരെയും അങ്ങനെ ഒറ്റപ്പെടുത്തി ആരോപണം ഉന്നയിച്ച് വേട്ടയാടുന്നത് ശരിയല്ല ആരെയും. കാരണം അതല്ലോ, അതൊരു രാഷ്ട്രീയമായ സദാചാരത്തിനും മൂല്യബോധത്തിനും എതിരാണ്. എത്രയോ വിജിലൻസ് കേസുകൾ ആർക്കൊക്കെ എതിരെ ഈ കേരളത്തിലുണ്ട്. എത്ര രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ട് കേസുകളുണ്ട്. കേസുകൾ ആർക്കും ഫയൽ ചെയ്യാം. വിജിലൻസ് കോടതിയിൽ കേസുകൾ ധാരാളമുണ്ട്. മിക്ക രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ കേസുകളുണ്ട്. അതൊക്കെ ചിലവ രാഷ്ട്രീയ പ്രേരിതവുമാണ്. അല്ല, കേസുകൾ ഒരു പ്രതിയോഗിക്കെതിരെ എതിർ കക്ഷി രാഷ്ട്രീയത്തിൽ ഒരു കേസ് ഫയൽ ചെയ്യുക എന്ന് പറയുന്നതിൽ അതൊക്കെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണും. പക്ഷെ തെളിയിക്കേണ്ടത് കേസ് ഫയൽ ചെയ്തവരാണ്. നിരപരാധിയാണോ ഇല്ലയോ എന്നുള്ളത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ് തെളിയിക്കേണ്ടത്. അത് കേസുകൾ തെളിയിക്കട്ടെ. ഇവിടെ കെ എം മാണി പറയുന്നത്, ഒന്ന്, അദ്ദേഹത്തെ വേട്ടയാടുകയാണ്, 2, വസ്തുതയില്ലാത്ത ആരോപണമാണ്. ഈ കാര്യങ്ങളിൽ
KM മാണിയെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ആ കേസുകൾ പഠിക്കാതെയും മനസ്സിലാക്കാതെ എനിക്കൊന്നും പറയാനൊക്കില്ല. ഒരുപക്ഷെ KM മാണിക്ക് ആ കേസുകൾ സംബന്ധിച്ച് എല്ലാ കാര്യം അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറയുന്നത്. പക്ഷേ ഇവരൊക്കെ തന്നെയാണല്ലോ R ബാലകൃഷ്ണനുള്ളവർക്കെതിരെ കേസ് കൊടുത്തു അല്ലേ? എത്ര കേസുകളുണ്ട് വിജിലൻസ് കോടതി? ഇന്ന് R ബാലകൃഷ്ണനുള്ള അവരുടെ കൂടിയല്ലേ, CPM-ൻ്റെ കൂടിയല്ലേ? കേസ് ആർക്കും ഫയൽ ചെയ്യാം, നാളെ മറിച്ചും പറയാം, കൂടെ നിർത്താം, എതിർക്കാം. ഇതൊക്കെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളാണ്. ഇതിലൊന്നും ഒരു വലിയ കഥയൊന്നുമില്ല. കേസ് എന്തായാലും KM മാണിയോട് അയിത്തം പ്രഖ്യാപിക്കാനുള്ള കാരണമല്ല. അല്ല, കേസ് KM മാണിക്കെതിരായിട്ടുള്ളതാണ്. ഞാൻ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലൈൻ എന്ത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അത് ആ പാർട്ടിയാണ്. 10,000-കണക്കിന് അംഗങ്ങളുള്ള വലിയൊരു രാഷ്ട്രീയ കക്ഷിയാണ്. ഇത്രയേറെ MLA-മാരുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. ആ രാഷ്ട്രീയ കക്ഷി തീരുമാനം എടുക്കട്ടെ. KM മാണിയുടെ KM മാണി എന്ന് പറയുന്ന കവിഞ്ഞൊരു തീരുമാനം അല്ല, KM മാണി എന്ന് പറയുന്ന നേതാവിനെതിരെ പല പല കേസുകൾ ഫയൽ ചെയ്യും, പലതും ചെയ്തെന്ന് വരാം. നാളെ ട്രാഫിക് അദ്ദേഹം ലംഘിച്ചു എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാം. ഇങ്ങനെ പല കേസുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതൊന്നും ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് ആ രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധപ്പെടുന്നതാണോ? എൻ്റെ ചോദ്യം, ബന്ധങ്ങൾ ഉണ്ടാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയ ലൈൻ അനുസരിച്ചാണ്. എങ്കിലും അഭിപ്രായം പറയാൻ പറ്റും. തീർച്ചയായും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ.